നിങ്ങൾക്ക് ലഹരിയൊന്നുമില്ല. നിങ്ങൾക്ക് ഭാര്യനെ ഇങ്ങനെ ആലോചിക്കുമ്പം വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ടോ? അതാ പ്രശ്നം. ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും തളർന്നുപോയി. ശരിക്കും ഭാര്യ എന്ന് പറയുന്ന സാധനത്തിനെ കാണണം, വീണ്ടും കാണണം, വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭാര്യ ഒരു ലഹരിയല്ലേ? നിങ്ങൾക്ക് ഭർത്താവിനെ ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും കാണുമെന്ന് തോന്നുക. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ലഹരിയല്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളെ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മക്കളല്ലേ ലഹരി? 4 പേർക്കും വീട്ടിലേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീടല്ലേ ലഹരി? അപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മക്കളോട് ചർച്ച ചെയ്തില്ല. നിങ്ങളെ മക്കളോട് ലഹരി എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞപ്പോഴും സിഗരറ്റാണ് നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നത്. കുട്ടികൾ നിങ്ങളെ മനസ്സിൽ വന്നില്ല, ഭർത്താവ് വന്നില്ല, ഭാര്യ വന്നില്ല. പിന്നെ എങ്ങനെയാ കുടുംബം മുന്നോട്ട് പോവുക? അതുകൊണ്ടാണ് പോലീസുകാർ ലഹരിക്ക് എതിരെ നടത്തിയ പോരാട്ടത്തിൽ ഒരിക്കലും ലഹരി വേണ്ട എന്ന് പോലീസ് അറിയില്ല. പോലീസ് ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ പോലീസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്തെന്നറിയോ? ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി. അങ്ങനെ ഭർത്താവിന് ഭാര്യ ലഹരിയാണെങ്കിൽ ഒരു ഭാര്യയും ഈ നാട്ടിൽ ഒളിച്ചോടി പോവില്ല. ഭാര്യക്ക് ഭർത്താവ് ലഹരിയാണെങ്കിൽ ഒരു ഭർത്താവും ഇവിടെ തൂങ്ങിച്ചാവൂല. മക്കൾക്ക് അച്ഛനും ഉമ്മയ്ക്കും മക്കൾ ലഹരിയാണെങ്കിൽ ഒരു കുട്ടിയും പരീക്ഷ തോറ്റാ മരിക്കൂല. ഒരു പെണ്ണിനെ കണ്ട അന്നേരം കുത്തിക്കൊല്ലാൻ തോന്നൂല. കാരണം അവൻ്റെ കണ്ണിലും അവൻ്റെ ബാപ്പയും ഉമ്മയും ജീവിക്കുന്നുണ്ട് എങ്കിൽ ഒരു കുട്ടിയും ഇവിടെ കള്ളുകുടിയനായി മാറൂല.